നമസ്കാരം ആന്റി. വിഷുവൊക്കെ ആഘോഷിച്ചില്ലേ? ഓ, എന്ത് ആഘോഷം രഘു? ആഘോഷങ്ങളൊക്കെ നിങ്ങൾക്കല്ലേ, പഞ്ചരത്നം കുടുംബക്കാർക്ക്. ആം. എന്റെ എന്തിനാ? ഏയ്, വെറുതെ ഇരുന്നതാ. രഘു അമ്മയോട് സംസാരിക്കല്ലേ? അവിടെയും ഇന്ന് ആഘോഷമൊന്നും നടന്നില്ല. ഞാൻ അമ്പിളിയിട്ടൊന്ന് ഉടക്കി. കണി കണ്ട ഉടനെ അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്തു. പിന്നെ അമ്മയെ നഷ്ടപ്പെട്ട ദുഃഖത്തില് ഇന്ദ്രനും അവിടെ സദ്യ ഉണ്ണാൻ നിന്നില്ല. സദ്യ ഉണ്ടില്ലെങ്കിൽ എന്താ, നീ രാവിലെ തന്നെ അവനെ കൊണ്ടുപോയി ശരിക്കും കുടിപ്പിച്ചില്ലേ? എടാ, നിന്റെ ഭാര്യ നിന്നെ ആ കുടുംബത്തിലേക്ക് അടുപ്പിക്കില്ലെന്ന് എനിക്ക് അന്നേ മനസ്സിലായതാ. അതിന്റെ ക്ഷീണം മാറ്റാൻ നീ ഇന്ദ്രനെ കൂട്ടുപിടിച്ചിരിക്കുകയാണോ? അമ്മേ, രഘുവിന് എന്നെ കൂട്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങള് യാദൃശ്യമായിട്ട് കണ്ടുമുട്ടിയതാ. യാദൃശ്യമായിട്ട് കണ്ടുമുട്ടി പോലും. രഘു, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ വെറുതെ സംസാരിക്കാൻ നിൽക്കണ്ടെന്ന്. രഘുവേട്ടാ, രഘുവേട്ടൻ വാ, നമുക്ക് അകത്തോട്ടിരിക്കാം. സത്യ വേണ്ട. സത്യ, ഞാൻ ഇറങ്ങാൻ നിൽക്കുക. അന്ന് പഞ്ചരഥത്തിൽ വന്ന നിന്റെ അമ്മ ഇന്ദ്രൻ ഞാൻ പ്രസവിച്ച മകനല്ലെന്ന് വിളിച്ചു പറഞ്ഞപ്പോ ഞങ്ങളെല്ലാരും വിചാരിച്ചത് അന്ന് ആ ഫംഗ്ഷൻ കൊളവാക്കാൻ വേണ്ടി ഇവരിറക്കിയ ഒരു 5 നമ്പർ മാത്രമായിരിക്കും. പണ്ട് പഞ്ചരഥത്തിൽ എന്ത് വിശേഷം ഉണ്ടായാലും അവിടെ ക്ഷണിക്കപ്പെട്ട അതിഥിയായിട്ട് വന്നിട്ട് ആ ചടങ്ങ് അലങ്കോലമാക്കലായിരുന്നല്ലോ ഇവരുടെ രീതി. പക്ഷെ അന്ന് ക്ഷണിക്കാതെ കയറി വന്ന് നിങ്ങൾ പൊട്ടിച്ച ബോംബെ സ്വന്തം കുടുംബത്തെ തന്നെ തകർക്കാനായിരുന്നല്ലോ ആന്റി. അതേടാ, ചിലതേ പൊട്ടിക്കേണ്ട സമയത്ത് തന്നെ പൊട്ടിക്കണം. എനിക്ക് ആ സത്യം വിളിച്ചു പറയേണ്ടി വന്നെങ്കിലേ ഇന്ദ്രനെ എന്നിൽ നിന്നും അകറ്റാൻ ശ്രമിച്ച അനന്തമോഷം അയാളുടെ മക്കളും കാരണമാ. അതുകൊണ്ട് തന്നെയാണടാ ആ വീട്ടിൽ വെച്ച് തന്നെ ഞാൻ വിളിച്ചു പറഞ്ഞത്. അതിന്റെ പേരിൽ എന്റെ കുടുംബം തകരുന്നെങ്കിൽ ഞാനതങ്ങ് സഹിച്ചു. അതെ, നിങ്ങൾക്കെല്ലാം സഹിക്കാൻ പറ്റും. നിങ്ങളുടെ മനസ്സിന്റെ സ്ഥാനത്തെ കരിങ്കല്ലാണല്ലോ കരിങ്കല്ല്. പക്ഷേ ഇവനില്ലേ, ഇവൻ അങ്ങനെ അല്ല. ഇവനൊരു പാവ. രഘു, നീ ഒന്ന് നിർത്ത്. ഇതൊക്കെ ഇവിടെ ഒന്ന് പറയാനാണോ നീ എന്നെ വീട്ടിലിറക്കി തരാൻ പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്നത്? എന്റെ ഇന്ദ്ര, ഞാൻ ഇങ്ങനെയൊന്നും പറയണമെന്നല്ല ഇന്ദ്ര വിചാരിച്ചത്. പെറ്റമ്മ അല്ലെങ്കിലും നിന്നെ സ്വന്തം അമ്മയുടെ സ്ഥാനത്തുനിന്ന് ഒന്ന് കാണണമെന്ന് ഇവരോട് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാ ഞാൻ വന്നത്. പക്ഷെ തുടക്കത്തിൽ തന്നെ ഇവര് കല്ലെടുപ്പിച്ചില്ലേ? ഞാൻ കല്ലും കരിങ്കല്ലും ഒക്കെ തന്നെയാടാ. നീ വലിയ സൗമ്യനും മാനിനും ഒക്കെ ആണല്ലോ. അതുകൊണ്ടാണല്ലോ നിന്റെ ഭാര്യ ഇതിനെ അവളുടെ വീട്ടിൽ കയറ്റാത്തത്. മതിയമ്മേ, വീട്ടിൽ വന്ന് കയറി ഒരാളോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? നീ എന്നെ സംസാരിക്കാൻ പഠിപ്പിക്കണ്ട കേട്ടോ. ഇവനെ എന്നോട് മുട്ടാൻ വേണ്ടി മനപ്പൂർവ്വം ഇവിടെ കള്ളു കുടിച്ച് വന്നിരിക്കുക. അത് നിന്റെ ഏട്ടന്റെ ഒത്താശയോടെ. എടാ, നീ എന്റെ മകനല്ലെന്ന് ഞാൻ നിന്റെ മുഖത്ത് നോക്കിയാ പറഞ്ഞത്. അതുപോലെ നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിന്റെ മുഖത്ത് നോക്കി പറയണം. വല്ലാതെ വല്ല തെമ്മാടി കൊണ്ട് പറയിപ്പിക്കല്ലേ വേണ്ടത്. അമ്മ നിർത്തുന്നുണ്ടോ? രഘുവേട്ടന് തെമ്മാടിയുടെ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ അമ്മ ആരാ? ഞാൻ തെമ്മാടി തന്നെ. പക്ഷെ തെമ്മാടി തരം എടുക്കേണ്ടടുത്ത് എടുക്കുള്ളൂ. ഇനി വേണമെങ്കിലേ ആ രീതിയിൽ നമുക്ക് സംസാരിക്കാം. എന്തേ നോക്കണോ? വാടാ രഘു, വേണ്ടടാ. ദയവ് ഇത് നീ ഒന്ന് പോ പ്ലീസ്. നീ എന്തിനാ ഈ സ്ത്രീയെ വീണ്ടും പേടിക്കുന്നത്? ഇവർ നിന്റെ ആരാ ഇപ്പോ? എടാ, ഇത്രയും കാലം കള്ളസ്നേഹം കാണിച്ച് കൂടെ നിർത്തി നിന്നെ കൊണ്ട് നേടാനുള്ളതൊക്കെ നേടിയെടുക്കാറുന്നില്ലേ സ്ത്രീ? നിന്റെ ചോര നീര് ഊറ്റി കുടിച്ച ശേഷം നീ ആരുമില്ലെന്ന് പറഞ്ഞ എടാ, ഈ വീടടക്കം എല്ലാം അവർക്ക് സ്വന്തമായില്ലേ? പോടാ അവിടുന്ന്. നിങ്ങളൊരു മനുഷ്യ സ്ത്രീയോ അതോ പിശാചോ? അല്ല, അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. എടാ മതി, നിർത്ത് പ്ലീസ്. ഇനി നീ ഒരു അക്ഷരം മിണ്ടരുത്. പോ. എടാ ഇന്ദ്ര, ചെല്ല്. ഞാനൊന്ന് പറയുന്നത്. എടാ രഘു, പോ. ഞാൻ പറയുന്നത് കേക്ക്. ചെല്ല്. എന്റെ പൊന്നു രഘു, പറയുന്നത് കേക്ക്. രഘുവേട്ടാ വാ. രഘുവേട്ടൻ ഇവിടെ നിന്നാൽ ശരിയാവില്ല. എടാ സത്യം. രഘുവേട്ട പ്ലീസ്, രഘുവേട്ട ഒന്ന് പോ. ശരി, ഞാൻ പോയിക്കോളാം.
അതെ, ഇപ്പോഴും ഇന്ദ്രൻ നിങ്ങളുടെ കൂടെ. അവന്റെ മനസ്സിൽ ഇപ്പോഴും നിങ്ങൾ അവന്റെ അമ്മ തന്നെയാ. ഇനിങ്ങളത് കാണാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളാം. നീ പോടാ. വന്നിരിക്കുന്നു അവൻ. ശ്ശ്.